നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPMലെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പറയുന്നു, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ വരവ് പലതിൻ്റെയും സൂചനയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ വരവ് പല പുതിയ കാര്യങ്ങളുടെയും സൂചനയാണ് എന്ന് ജി സുധാകരൻ പറയുന്നത് വെറുതെയല്ല. കേരളത്തിൽ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയക്കാർ സമുദായ സംഘടനാ നേതാക്കളുടെ പിന്നാലെ നടക്കരുത്. സമുദായ സംഘടനകളുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. സമുദായവും മതവുമൊക്കെ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റായി RSS അംഗമല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പല പുതിയ കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്നു. ജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിലനിൽക്കൂ എന്ന് RSSും BJPയും വരെ മനസ്സിലാക്കി. ജനങ്ങളെ ആകർഷിച്ച കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമൊക്കെ പണ്ടേ ഇത് മനസ്സിലാക്കിയപ്പോഴാണ് കോൺഗ്രസ് തോറ്റത്. ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവിൽ പല സൂചനകളുമുണ്ട്. അതൊരു പക്ഷേ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ തുടങ്ങി മറ്റു പലതിലേക്കും നീണ്ടേക്കാം. ഇതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഇനി പൊളിഞ്ഞടുക്കുമെന്ന സൂചനയും അതിലുണ്ട്. എന്തിനാണ് താൻ കേരളത്തിലേക്ക് വന്നത് എന്നിക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. BJPയുടെ ദേശീയ നേതൃത്വം ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ BJPയെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ദൗത്യം. അത് പൂർത്തിയാക്കി മാത്രമേ താനിനി കേരളത്തിൽ നിന്ന് മടങ്ങൂ. 2 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പരിചയവുമായി കേരളത്തിലേക്ക് വന്ന ടെക്നോക്രാറ്റ്. വ്യക്തമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓരോ നീക്കങ്ങളും. RSSൻ്റെ പിൻബലമില്ല, പക്ഷേ RSS ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അംഗീകരിക്കുന്നു. കേരളത്തിൻ്റെ ജനകീയ സ്വഭാവം വ്യക്തമായി അറിയാം ഇപ്പോൾ BJP ദേശീയ നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ മറ്റൊരു പരീക്ഷണത്തിന് അവർ ശ്രമിക്കുന്നതും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി എത്തി പിന്നീട് വർഷങ്ങളോളം ആ മണ്ഡലം നിലനിർത്തിയ ശശി തരൂരിന് സമാനമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പല നീക്കങ്ങളും. എന്നാൽ തന്ത്രങ്ങളിൽ അതിനേക്കാൾ മുന്നിൽ. കേരളത്തിലെ BJP നേതൃത്വത്തിന് എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ യോഗ്യനാണ് എന്ന കാര്യത്തിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി പ്രവർത്തിക്കാൻ ആർജവമുള്ള ഒരു ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുവതലമുറയെ ആകർഷിക്കും. അദ്ദേഹത്തിൻ്റെ വികസനോന്മുഖമായ കാഴ്ചപ്പാടും പ്രായോഗിക സമീപനവും കേരള ജനതയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാകും എന്ന് പ്രവചിക്കുന്നവരുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ. ഇതുവരെ കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുത്തിരുന്നില്ല BJP നേതൃത്വം. പിണറായി വിജയൻ സർക്കാരിനെതിരെ പിണറായിയുടെ 1ാം ഭരണകാലത്ത് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശക്തമായ ചില അന്വേഷണങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അതേ അന്വേഷണ ഏജൻസികൾക്കുമേൽ ആരോ മൂക്കുകയറിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ ജോലി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചെയ്യട്ടെ എന്ന ഭാവമായിരുന്നു പൊതുവെ കോൺഗ്രസിനും കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷത്തിനുമൊക്കെ. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിക്കെതിരെയുള്ള സമരങ്ങൾ അത്ര കണ്ട് ശക്തമാക്കിയിരുന്നില്ല പ്രതിപക്ഷം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടക്കമിട്ട പല അന്വേഷണ വിഷയങ്ങളുടെ പിന്നാലെയും പോകാൻ BJP നേതൃത്വത്തിനും കഴിഞ്ഞില്ല. പിന്നീട് അന്വേഷണ ഏജൻസികൾ പിൻവലിഞ്ഞപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ആവിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1ാം പിണറായി ഭരണത്തിൽ നിന്നും 2ാം പിണറായി ഭരണത്തിലേക്ക് പിണറായി വിജയനെ എത്തിച്ചതിന് പിന്നിൽ ചില വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ചില ഘടകകക്ഷികളെ ബുദ്ധിപൂർവം തെരഞ്ഞെടുത്തതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ജനതാദളിനെയും ഒക്കെ ചൂണ്ടിയെടുത്ത് ഇടതുപക്ഷ പാളയത്തിലെത്തിച്ച് ശക്തമായ ചില കരുനീക്കങ്ങൾ നടത്താൻ പിണറായി വിജയന് കഴിഞ്ഞു. കൗശലപൂർവ്വം പിണറായി വിജയൻ നടത്തിയ ഇത്തരം നീക്കങ്ങളാണ് 2ാം പിണറായി വിജയൻ സർക്കാരിനെ ഉറപ്പിച്ചു നിർത്തിയത്. കോവിഡും ജനങ്ങൾക്ക് നൽകിയ ദുരിതാശ്വാസ കിറ്റുമൊക്കെ കാരണമായി പറയാമെങ്കിലും അതിലൊക്കെ അപ്പുറം കൗശലപൂർവമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തന്നെയാണ് 2ാം പിണറായി വിജയൻ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനുള്ള കാരണവും. കോൺഗ്രസും UDFും ഒക്കെ ഇപ്പോൾ നേരിടുന്നത് നേതൃദാരിദ്ര്യം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ BJPയുടെ ശക്തനായ പ്രസിഡന്റ് എന്ന ലേബൽ ഉയർത്തി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത്. തൻ്റെ ലക്ഷ്യമെന്ത് എന്നിക്കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർക്ക് മുന്നിലും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, ശക്തമായ ഒരു BJPക്ക് കേരളത്തിൽ രൂപം കൊടുക്കുക. പാർട്ടി പ്രവർത്തകരെ ഏകോപനത്തിലൂടെ ഒന്നിപ്പിക്കുക.
പാർട്ടി നേതൃത്വത്തെ ഒരൊറ്റ ഭാവത്തിൽ കോർത്തിണക്കുക. ഇനി ഗ്രൂപ്പിസം കേരളത്തിലില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മറുവശത്ത് പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന BJP നേതാവിനെയാണ് ഇക്കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിലൂടെ നമ്മൾ കണ്ടത്. ആശാവർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുക മാത്രമല്ല, അവർക്ക് അവരുടെ ശമ്പളം കൂട്ടി നൽകണമെന്ന് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. അതിലപ്പുറം പിണറായി വിജയൻ സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് സർക്കാരിൻ്റെ പാപ്പരത്വം എന്ന കഴുത്തിൽ പിടിച്ചാണ്. കടം വാങ്ങി എത്ര നാൾ ഈ സർക്കാർ മുന്നോട്ട് പോകും? കേരളത്തിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ, ഇടതുപക്ഷമാകട്ടെ UDF ആകട്ടെ, കടം വാങ്ങിക്കൂട്ടുന്നതിൽ മത്സരിക്കുകയായിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കേരളത്തിലെ വികസനമില്ലായ്മ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രശ്നം. വീണ്ടും അദ്ദേഹം അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടി. LDFും UDFും ഒക്കെ അഴിമതിയുടെ രണ്ടു പുറങ്ങളാണ്. ഇവിടെയാണ് ഇനി ഭരണകക്ഷിയെ കടന്നാക്രമിക്കുന്ന BJP നേതാവിനെ നമ്മൾ കാണുന്നത്. BJP അധ്യക്ഷൻ ഇക്കഴിഞ്ഞ ദിവസം BJPയിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തി. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരുമായി കൂടിയാലോചനകൾക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പദ്ധതിയിട്ടിരിക്കുന്നത്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പരമാവധി പോയിന്റുകൾ കണ്ടെത്തുക തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആദ്യ ലക്ഷ്യം. മറ്റൊന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടക്കമിട്ട അന്വേഷണങ്ങൾക്ക് പിന്നാലെ കൃത്യമായ ഫോളോ അപ്പ്. ഇത് രണ്ടും പിണറായി വിജയനെ പൂട്ടുന്നത് തന്നെ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന ഈ അന്വേഷണത്തിനിടയിൽ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീഴും എന്ന് കണക്കുകൂട്ടിയിരിക്കുകയായിരുന്നു UDF. അവിടെയാണ് മറ്റൊരു നീക്കത്തിലൂടെ ഇപ്പോൾ UDFിനെ രാജീവ് ചന്ദ്രശേഖർ ഭയപ്പെടുത്തുന്നതും. നാളുകളായി UDF കോട്ടയെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വോട്ട് പരമാവധി തങ്ങളുടെ പെട്ടിയിലാക്കാനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നീക്കം. അതിനുവേണ്ട ചില കരുനീക്കങ്ങളും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ BJP പ്രവർത്തകർക്കേറെ സ്വീകാര്യയായ ശോഭാ സുരേന്ദ്രനെ തൻ്റെ വലം കൈയായി കേരള പാർട്ടിയിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായി വളർത്തിയെടുക്കാനുള്ള ശ്രമവും മറുപുറത്ത് രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു ടീമിനെ വാർത്തെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പാർട്ടി പോരിൽ ഏറെക്കുറെ നിർജീവരായിരുന്ന നേതാക്കളെ തിരഞ്ഞെടുത്ത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അജണ്ടയിലുണ്ട്. ഇതൊക്കെ ഉന്നം വയ്ക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് നേർക്കും പിണറായി വിജയനിലേക്കും. ചുരുക്കത്തിൽ ഒരുവിധ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയവും ഇനി വേണ്ട എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് സുധാകരൻ്റെ പ്രതികരണങ്ങൾ. മുതിർന്നവരെ സംരക്ഷിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്ന് സുധാകരൻ പറയുന്നു. പെൻഷൻ കൊടുത്താൽ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കളയരുത്. അതാര് പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞത് സർക്കാരിൻ്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കാൻ കാരണമായി എന്ന സൂചനയോടെയുള്ള മന്ത്രി സജി ചെറിയാൻ്റെ പ്രസംഗം ഏറെ വിവാദമായിരുന്നു. മരണസംഖ്യ വളരെ കുറവാണ്. എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആരോഗ്യ പരിപാലനത്തിലും കേരളം ഒന്നാമത്. അതും പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല, മരിക്കുന്നതും വളരെ കുറവാണ്. 80, 90, 95, 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. സർക്കാരിനെ രക്ഷിക്കാൻ മനുഷ്യരെയൊക്കെ നേരത്തെ കൊന്നുകളയണമോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു. ഇത്തരം നിലപാടുകളുള്ള നേതാക്കൾ തന്നെയാണ് CPMൻ്റെ പ്രശ്നം. ഇതൊക്കെയാണ് സുധാകരൻ ഉന്നം വയ്ക്കുന്നതും. സംഘടനാ തലത്തിൽ BJPയെ വീണ്ടും കരുത്തുറ്റതാക്കി മാറ്റുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ലക്ഷ്യം. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. 4 ജനറൽ സെക്രട്ടറിമാർ, 10 വൈസ് പ്രസിഡന്റുമാർ, 10 സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക. പുതിയ ഭാരവാഹികൾ എത്തുന്നതുവരെ നിലവിലുള്ള ഭാരവാഹികൾ തുടരും. തിരുവനന്തപുരത്തുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. സംസ്ഥാന ഓഫീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള യോഗങ്ങളും ഇന്നലെ ചേർന്നിരുന്നു. നിലവിൽ MD രമേശ്, P സുധീർ, C കൃഷ്ണകുമാർ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതോടെ ആ ഒഴിവ് നിലവിലുണ്ട്. തലസ്ഥാനത്ത് നിന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മികവുള്ള ഒരു ജനറൽ സെക്രട്ടറി വേണമെന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കണക്കുകൂട്ടുന്നു. ഈ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരികയാണ് രാജീവിൻ്റെ മനസ്സിലുള്ളത്. RSS നിയോഗിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി വന്നാൽ ഇതിനും പരിഹാരമാകും. 10 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും പകുതി പേരും മുൻനിര പ്രവർത്തനത്തിനെത്തിയില്ല എന്ന പരാതി നിലനിൽക്കുന്നു.
ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പോൾ പ്രസിഡന്റ് മാത്രമാണ് നിലവിലുള്ളത്. ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാനും ഭാരവാഹികളെ നിശ്ചയിക്കാനും സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ നേതൃത്വവുമായി ഇനി ചർച്ച ചെയ്യും. ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില പരാതികളും നിലനിൽക്കുന്നു. ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ഇത്തരം പരാതികൾക്ക് പരിഹാരം കാണുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ചുരുക്കത്തിൽ ശക്തമായ നിലപാടുകൾ, ശക്തമായ പ്രവർത്തനങ്ങൾ സംഘടനയെ മറ്റൊരു തലത്തിലെത്തിക്കും എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് BJP പ്രവർത്തകർ ഉറ്റുനോക്കുന്നതും. CPM-നുള്ളിൽ പോലും ചില ഹാലിളക്കങ്ങൾ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.